സന്ദീപിനെ പുറത്താക്കേണ്ടിയിരുന്നത് എന്തെല്ലാം കാരണത്തിന്റെ പേരിലായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത്. നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. പിന്നെ തൃശ്ശൂരിലൂടെ ആള് ഓടിയത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. കൂടുതൽ ചരിത്രം വിളംബിപ്പിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്. അതിനകത്ത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അതുകൊണ്ട് അതിനകത്ത് കൂടുതലൊന്നും പ്രതികരിക്കാനില്ല. രണ്ട്, ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി എതിരാളികളെ ജയിലിനകത്തേക്ക് ആക്കുക എന്നുള്ളത് CPM-ന്റെയും കോൺഗ്രസിൻ്റെയും ഒരു നയം തന്നെയാണ് അവർ ഭരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനെ നിയമപരമായി തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾ അമിത്ഷാജിയെ 6 മാസത്തോളം ജയിലിലിട്ട ഭരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയെ ജയിലിനകത്താക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ആളുകളെ നിശബ്ദരാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ ഇതിനോട് എനിക്ക് പറയാനുള്ളൂ. പോലീസ് ഈ കോൺഗ്രസിനെ മറ്റൊരു ചർച്ചയ്ക്ക് വിളിച്ചു, BJP ആയിട്ട് സമാധാന ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് പറയുന്നത്. BJP അത്തരത്തിൽ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അത്തരത്തിൽ BJPയുടെ കൂടെ ഇരുന്നൊരു ചർച്ചയ്ക്കൊന്നും തയ്യാറല്ല എന്നാണ്. ഇതേ ചോദ്യത്തിനാണ് ചോദിക്കാൻ തോന്നുന്നുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ ആരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ BJP ഒരു ചർച്ച എന്ന് പറയുന്നത് കാരണം പാലക്കാട്ട് ഞാൻ പറയുന്നത് പോലീസ് ചർച്ച വിളിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അത് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ചർച്ചയ്ക്ക് വരാത്തത്. ഞങ്ങൾ പോലീസ് വിളിച്ച ചർച്ചയ്ക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പരിപാടിയുടെ എല്ലാം തുടക്കമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭ നടത്തിയ ഒരു പരിപാടി അലങ്കോലമാക്കിക്കൊണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ MLA ഓഫീസ് മാർച്ച് വെച്ചിരുന്നു, DCC ഓഫീസ് മാർച്ച് വന്നിരുന്നു. ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഓഫീസിനകത്ത് കയറി ഏതെങ്കിലും സാധനങ്ങൾ തല്ലി തകർക്കാൻ നിന്നിട്ടില്ല. ഇവിടെ കേരളത്തിൽ എല്ലാ ദിവസവും സമാധാനപരമായ നിരവധി പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട്, പ്രക്ഷുബ്ധമാവാറുണ്ട്. പക്ഷേ ഒരു സർക്കാർ പരിപാടിക്ക് അകത്ത് കയറി ബാനർ വലിച്ചു കയറി ശിലാഫലകം തല്ലി തകർത്തുകൊണ്ട് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്തത് പാലക്കാട്ടെ കോൺഗ്രസ് തന്നെയാണ്. അതിന് നേതൃത്വം കൊടുത്തത് പാലക്കാട്ടെ MLA തന്നെയാണ്. പാലക്കാട്ടെ MLA പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ പോലീസ് വിളിച്ച സമാധാന സംഭാഷണത്തിന് ഞങ്ങൾ വരില്ല എന്ന് പരസ്യമായിട്ടൊരു MLA തന്നെ പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ സമാധാനത്തിന് ഇവിടെ ഒരു ഭംഗവും വരുത്തിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ എടുത്ത തീരുമാനവുമായി അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതിനകത്ത് ആ വിഷയത്തിൽ കൂടുതൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തിലും പറഞ്ഞു, 2 ചാനലുകാർ പാർട്ടിക്കകത്ത് ഭിന്നത എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ കൊടുത്തിരുന്നു. ഞാൻ ആ ചാനലുകാരോട് പറയണം, ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഭിന്നത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച വിവരത്തിൻ്റെ സോഴ്സ് ഒന്ന് പുറത്തുവിടാൻ തയ്യാറാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പാർട്ടി ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. കാരണം ഇതേപോലെ തന്നെയായിരുന്നു ഇവർ ക്യാമറ വിഷയത്തിൽ നഗരസഭയിൽ മുന്നോട്ട് പോയത്. എന്നിട്ട് എന്തായെന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളാണ്. അവർ ഇതിനകത്ത് ഒരു നിയമവിരുദ്ധതയുമില്ല. ഇനി അങ്ങനെ നിയമവിരുദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 5-6 ദിവസമായി കാണുന്നു വരുന്നുണ്ട്. 11-ാം തീയതി, ഇന്ന് 17, 6 ദിവസത്തിലധികമായി എന്തെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് പാലക്കാട് MLAക്ക് ഇതിലത്തെ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിക്കാനുള്ള സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്യാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിയമവിരുദ്ധത എന്ന സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ആകെ പറയുന്നത് ഇതിന് കൗൺസിൽ അനുമതി നേടിയിട്ടില്ല എന്ന് പറയുന്നത്. പാലക്കാട് നഗരസഭയിൽ എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏത് നഗരസഭയിലും എന്ത് വിഷയം വരുവാണെങ്കിലും നഗരസഭാ ചെയർപേഴ്സണ് മുൻകൂർ അനുമതി കൊടുക്കുന്നതിനുള്ള അനുമതിയുണ്ട്. അത് തൊട്ട കൗൺസിൽ പാസ്സാക്കി എടുക്കാവുന്നുള്ളൂ. അതിൽ നിയമവിരുദ്ധത ഇല്ല. കൗൺസിലുകൾ എപ്പോഴാണ് കൂടാറുള്ളത്? മാസത്തിൽ 1 അപ്പോൾ ഈ 30 ദിവസത്തിനകത്ത് പല വിഷയങ്ങളും വരാറുണ്ട്. അല്ല, ഇതിനകത്ത് മുൻകൂർ അനുമതി, പേരിടുന്നതിന് മുൻകൂർ അനുമതി കൊടുക്കരുത് എന്ന് നിയമവശമുണ്ടോ?
അല്ല, ഇതിനകത്ത് മാസത്തിൽ ഒരിക്കലാണ് കൗൺസിലുകൾ കൂടാറുള്ളത്. അപ്പൊ 30 ദിവസത്തെ വിഷയങ്ങൾ വരും. ഇതിൽ ഏത് വിഷയങ്ങൾ വേണമെങ്കിലും മുൻകൂർ അനുമതി കൊടുക്കാം. ഇതിനു മുൻപ് ഇതേ കോൺഗ്രസ് പാർട്ടിയുടെയും CPM-ന്റെ ഒക്കെ കൗൺസിലർമാർ പല മുൻകൂർ അനുമതിയും വാങ്ങി പല പദ്ധതികളും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിനകത്ത് നിയമവിരുദ്ധത എവിടെ എന്നതാണ് ചോദ്യം. നിയമവിരുദ്ധത ഇല്ല. ഇതിനകത്ത് നിയമവിരുദ്ധതയില്ല, ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ. ഇനി അങ്ങനെ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിക്കോളൂ എന്നുള്ളത്. അതിനകത്ത് നിയമവിരുദ്ധത ഇല്ല എന്നത് അവരെക്കാൾ കൂടുതൽ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അല്ല, ഇതിനകത്ത് അടുത്ത കൗൺസിലിനകത്ത് ഇതൊരു അജണ്ടയായിട്ട് വരുന്ന സമയത്ത് മെജോറിറ്റി ഭൂരിപക്ഷ അഭിപ്രായം വരുന്ന സമയത്ത് അത് പാസ്സാകും. ഭൂരിപക്ഷ അഭിപ്രായം ഇല്ലെങ്കിൽ തള്ളിപ്പോകും. അതാണ് സ്വാഭാവികമായിട്ടുള്ള കൗൺസിലിന്റെ പ്രക്രിയ.